ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ചാനൽ. കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഈ ഇൻഗ്രീഡിയൻസിന്റെ മെഷർമെന്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന മുട്ട അത് എപ്പോഴും ചെറുതെടുക്കരുത്. ചെറുതെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കേക്ക് ഹൈറ്റ് വരില്ല. പിന്നെ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അത് എക്സ്പയറി ഡേറ്റ് നോക്കി വേണം വാങ്ങാൻ. വാങ്ങിച്ചതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി റൂം ടെമ്പറേച്ചറിൽ വെക്കണം. ഒരിക്കലും അതിനടുത്ത് ഫ്രിഡ്ജിൽ വെക്കരുത്. പിന്നെ 2 മാസത്തിൽ കൂടുതൽ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. പിന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന കേക്ക് ആണെങ്കിൽ അതിൽ ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിന് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. ഫ്രിഡ്ജിലെടുത്ത് വെക്കുമ്പോൾ ബട്ടർ ഹാർഡ് ആവും. ഇനിയിപ്പോ ബട്ടർ ഉപയോഗിച്ച് തന്നെയാണ് ഉണ്ടാക്കേണ്ടത് എങ്കിൽ കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ച ശേഷം മാത്രം കഴിക്കുക. പിന്നെ ബാറ്റർ എല്ലാം കൂടെ ഒന്നിച്ചൊഴിച്ച് ഒരു വലിയ കേക്ക് ഉണ്ടാക്കുന്നതിന് പകരം ഈ ബാറ്ററിനെ 2 ടിന്നുകളിൽ ഈക്വലായി ഒഴിച്ച് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിന് കൂടുതൽ ഹൈറ്റ് കിട്ടും. കുറെ ലെയേഴ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ അതിന് സോഫ്റ്റ്നെസ്സും കൂടുതലായിരിക്കും. നമ്മുടെ ബാറ്ററിലേക്ക് ഈ ഓയിൽ ഒഴിക്കുമ്പോൾ ഒന്നിച്ച് അങ്ങ് ഒഴിക്കാതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിക്കുക. പിന്നെ ബാറ്ററിലേക്ക് നമ്മൾ ഡ്രൈ മിക്സ് ചലിച്ചിടുമല്ലോ, അപ്പം കുറച്ച് ചലിച്ചിട്ട ശേഷം ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം ബാക്കി ചലിച്ചിടുക. പിന്നെയും കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഈ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോഴും ഒരുപാട് ഫാസ്റ്റ് ആയിട്ടൊന്നും ചെയ്യരുത്. പതുക്കെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ടാപ്പ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, പതുക്കെ ടാപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഈ ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുമ്പോൾ പതുക്കെ മാത്രം ഒഴിക്കുക. കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കരുത്. അങ്ങനെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് താഴ്ന്നു പോകും. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നതിലും നല്ലത് പുറത്ത് വെക്കുന്നതാണ്. ഒരു ക്ലിംഗ് റാപ്പിലിട്ട് പുറത്ത് വെച്ചാൽ നമ്മുടെ കേക്കിന് ടേസ്റ്റ് കൂടും. ഫ്രോസ്റ്റിംഗ് ചെയ്ത കേക്ക് ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കണം. അല്ലാത്ത കേക്കുകൾ നമുക്ക് പുറത്ത് വെക്കുന്നതാണ് നല്ലത്. ഈ ക്രിസ്മസിന് നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് കേക്കുകൾ ഒന്ന് നോക്കാം. ഇത് സീബ്ര കേക്ക് അഥവാ മാർബിൾ കേക്ക്. എത്ര സ്പോഞ്ചിയാണെന്ന് കണ്ടില്ലേ? സീബ്രയുടേത് പോലുള്ള സ്ട്രൈപ്സ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ മാജിക്. അടുത്തത് ഒരു സ്പെഷ്യൽ റെയിൻബോ കേക്ക്. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന മനോഹരമായ മൾട്ടി കളർ കേക്ക്. വീട്ടിലുണ്ടാക്കിയ വിപ്ഡ് ക്രീം വെച്ചാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തത്. വിപ്ഡ് ക്രീം വീട്ടിലുണ്ടാക്കുന്നത് എൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് താഴെ തരാം. കേക്ക് അടിപൊളിയല്ലേ? പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ഒരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച വിപ്ഡ് ക്രീമും നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. ലിങ്ക് തരാം കേട്ടോ. ഡെക്കറേഷൻ ഉപയോഗിച്ച റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോവും നമ്മുടെ ചാനലിൽ ഉണ്ട്. അടുത്ത കേക്ക് ഏതാണെന്നറിയോ? ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയ ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണിത്. പ്ലം കേക്കിൻ്റെ രുചിയായിരുന്നു ഇതിന്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവും. എഗ്ലെസ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. മോയിസ്റ്റ് ആൻഡ് സ്പോഞ്ചി ഡേറ്റ്സ് കേക്ക് അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് സൂപ്പർ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയ വാനില സ്പോഞ്ച് കേക്കാണ്. ഇതും ഒരു എഗ്ലെസ് കേക്കായാണ് ഉണ്ടാക്കിയത്. വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് ക്രിസ്മസ് കേക്ക് അഥവാ പ്ലം കേക്ക്. ഇതിനുള്ള കാരമൽ സിറപ്പും ഓറഞ്ച് ജ്യൂസും വീട്ടിലുണ്ടാക്കിയതാണ്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ഒന്നും ചെയ്തില്ല. വളരെ എളുപ്പത്തിൽ എന്നാൽ ടേസ്റ്റിന് ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലായിരുന്നു ഈ കേക്ക് ഉണ്ടാക്കിയത്. ഓവനും ബീറ്ററും ഒന്നുമില്ലെങ്കിലും നമുക്ക് ഇത്ര പെർഫെക്റ്റായ കേക്ക് ഉണ്ടാക്കാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ന്യൂ ഇയറിന് കുറച്ച് കേക്കുകൾ കൂടെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.